ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാരം കേരളത്തിൽ തന്നെയാണെന്ന് സൂചനകൾ വരുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ എപ്പിസ്കോപ്പൽ സിനഡ് രാത്രി 8 മണിക്ക് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഇക്കാര്യത്തിലൊരു തീരുമാനമായോ? ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സഭാധ്യക്ഷന്റെ സംസ്കാര ചടങ്ങുകൾ കേരളത്തിൽ തന്നെ നടത്തുന്ന കാര്യത്തിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിലിപ്പോഴൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അവരേതാണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് മെത്രോപൊലിത്തയും ഇത്തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. തനിക്ക് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളണമെന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ് സിജു പുതുവിൽ, അദ്ദേഹമാണ് അവിടുത്തെ PRO ബിലീവേഴ്സിൻ്റെ, അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഔദ്യോഗികമായൊരു തീരുമാനമായി ഇത് വാർത്താക്കുറിപ്പായി ഇറങ്ങാനുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ഇവരെല്ലാവരും, ഈ ബിഷപ്പുമാർ 35ഓളം ബിഷപ്പുമാരുണ്ട്, ഈ ബിഷപ്പുമാരെല്ലാവരും ഒരുമിച്ച് അത് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തേണ്ടതുണ്ട്. ഈ എയർ ഇന്ത്യയുടെ വിമാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ഫ്ലൈറ്റ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആണ് അവർ പറയുന്നത്. എന്തായാലും ഒരു 8 മണിയോടുകൂടി ഈ സിനഡ് ആരംഭിക്കും. എല്ലാവരും എത്തിച്ചേരും തിരുവല്ലയിലേക്ക്, ഇവിടേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 8 മണിയോടുകൂടി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ അന്തിമമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത്, കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് തന്നെയായിരിക്കും ആ ഒരു ഖബറടക്കം നടക്കുക. അത് അവിടെയായിരിക്കും, ആ സെമിത്തേരിയിൽ തന്നെയായിരിക്കും ഖബറടക്കം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു നടപടിക്രമമുണ്ട്. ഈ അവിടെ ഗ്രീൻ കാർഡ്, അമേരിക്കൻ ഗ്രീൻ കാർഡ് അടക്കമുള്ള അവിടുത്തെ പൗരത്വം കൂടിയുള്ള ആളാണ് ബിഷപ്പ് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്ത. സ്വാഭാവികമായി അതിൻ്റെ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം കൂടി ഭൗതിക ശരീരം ഡാലസിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ സഭാപ്രതിനിധികൾ അനൗദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ അവർ ഈ ദുരൂഹതകളൊക്കെ പൂർണ്ണമായി തള്ളുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ, ഈ വാഹനം ഇടിച്ച കടന്നു കളഞ്ഞു എന്ന തരത്തിലുള്ള ദുരൂഹതകളൊക്കെ തന്നെ അവർ പൂർണ്ണമായി തള്ളുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഈ വാഹനം അപ്പോൾ തന്നെ നിർത്തിയിരുന്നു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രദേശവാസികളൊക്കെ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പിന്നീട് എയർലിഫ്റ്റിങ്ങും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നതെന്ന് പറയുന്നു. അതിലപ്പോൾ ദുരൂഹതകളൊന്നുമില്ല. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായി അസത്യമാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.